ഒരുപാട് പേര് കാസിയോ വാച്ച് വാങ്ങിയതിന് ശേഷം എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വാച്ച് ഒറിജിനൽ ആണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് വാച്ച് രജിസ്റ്റർ ചെയ്യുന്നത്, അങ്ങനെയുള്ള പൊതുവിലുള്ള കുറച്ച് സംശയങ്ങളും വാറന്റിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുന്നതാണ് നല്ലത്. പക്ഷെ നിങ്ങൾക്ക് വാറന്റി രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം അറിഞ്ഞാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ മാത്രം കണ്ടാൽ മതി. എന്തായാലും ഈ വീഡിയോയിൽ ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ മാത്രമായിട്ടും കാണാവുന്നതാണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വീഡിയോ ഫുള്ളായിട്ടും കാണാനാണ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലുട്ടാപ്പിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എൻ്റെ വാച്ചിന്റെ ബാക്കിൽ മെയ്ഡ് ഇൻ ചൈന എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്, അത് ഫേക്ക് ആണോ എന്നുള്ളത്. ഞാൻ ഡെയിലി രണ്ടുപേരോടെങ്കിലും ഈ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാസിയോ ഒരു ജാപ്പനീസ് കമ്പനിയാണ് എന്ന് കരുതി അവരുടെ എല്ലാ വാച്ചുകളും ജപ്പാനിലല്ല ഉണ്ടാക്കുന്നത്. കുറച്ച് മോഡലുകളും പിന്നെ സ്പെഷ്യൽ എഡിഷൻ വാച്ചുകളൊക്കെയാണ് ജപ്പാനിൽ ഉണ്ടാക്കുന്നത്. ബാക്കിയെല്ലാം ചൈന, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറച്ച് വാച്ചുകൾ ഇന്ത്യയിലും ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന എന്ന് കണ്ടാലും അത് ഫേക്ക് അല്ല, അത് കാസിയോയുടെ ചൈനീസ് ഫാക്ടറിയിൽ ഉണ്ടാക്കി വരുന്നത് മാത്രമേ ഉള്ളൂ. അതെല്ലാം കാസിയോയുടെ നല്ല QC ടെസ്റ്റ് കഴിഞ്ഞ് അത് പാസ്സായിട്ട് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വാച്ചുകൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഒരു അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ അവരുടെ ഭൂരിഭാഗം ഐഫോണുകളും ചൈനയിലാണ് ഉണ്ടാക്കുന്നത്. മെയ്ഡ് ഇൻ ചൈന എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കാണുമ്പോൾ ആർക്കും വലിയ പ്രശ്നം തോന്നാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടോ ആളും കാര്യമാക്കാറില്ല. പക്ഷേ വാച്ചിൽ മാത്രം മെയ്ഡ് ഇൻ ചൈന എന്ന് കാണുമ്പോൾ അതെന്തോ വളരെ മോശം സംഭവമായിട്ട് ആൾക്കാർ കരുതുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ചൈനയിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ക്വാളിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതാണ് അതിലെ പ്രധാന ഘടകം. ഇനി ഇവ തമ്മിൽ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റ് മിഡ് റേഞ്ച് വാച്ചുകളിലൊന്നും ഇതിൽ ക്വാളിറ്റിയിൽ വലിയ വ്യത്യാസം കാണാറില്ല. പക്ഷെ ഹൈ എൻഡ് വാച്ചുകളാണെന്നുണ്ടെങ്കിൽ ജപ്പാനിൽ ഉണ്ടാക്കിയതിൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആയിരിക്കും അത്. രണ്ടാമത്തെ കാര്യം വാച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. കാസിയോ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ വാച്ചുകളാണെന്നുണ്ടെങ്കിലാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പുറമേ നിന്ന് വാങ്ങിയ വാച്ചുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ വാച്ചുകൾ മാത്രമേ രജിസ്റ്റർ ആവുള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് വാച്ചുകൾ അതിൽ രജിസ്റ്റർ ആവില്ല. മൂന്നാമത്തെ ചോദ്യം, വാറണ്ടി കിട്ടാനായിട്ട് വാച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നാണ്. വേണ്ട, അതിന്റെ കാര്യമില്ല. കാസിയോ വാച്ചുകൾക്ക് സാധാരണഗതിയിൽ 2 വർഷമാണ് വാറണ്ടി. ആ വാറണ്ടി കിട്ടാനായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. അത് ഡൊമസ്റ്റിക് വാറണ്ടിയാണ്. G-Shockന് മാത്രമാണ് ഇന്റർനാഷണൽ വാറണ്ടി ഉള്ളത്. അത് 1 വർഷമാണ്. ഇത് രണ്ടിനും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഈ ഒരു വാറണ്ടി കിട്ടാനായിട്ട് വാച്ച് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബില്ലും ആ വാറണ്ടി കാർഡും മാത്രം മതി. നാലാമത്തെ ചോദ്യം, ഇനി എന്തിനാണ് വാച്ച് രജിസ്റ്റർ ചെയ്യുന്നത്, എന്താണ് അതുകൊണ്ടുള്ള ഗുണം? അതിലൊന്നാമത്തെ കാര്യം, വാച്ച് നമുക്ക് ഒറിജിനൽ ആണോ എന്ന് അറിയാം. രണ്ടാമത്തെ കാര്യം, 6 മാസം നമുക്ക് അധിക വാറണ്ടി കിട്ടുന്നുള്ളതാണ്. കാസിയോയുടെ ഏറ്റവും വില കുറഞ്ഞ വാച്ചുകൾക്ക് പോലും 2 വർഷത്തെ വാറണ്ടിയാണുള്ളത്. ഇത് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ഒരു 6 മാസം കൂടി വാറണ്ടി കിട്ടും. അങ്ങനെ നമുക്ക് 2.5 വർഷത്തെ വാറണ്ടി കിട്ടും. മറ്റ് പല ബ്രാൻഡുകൾക്കും ഇത്രയും കുറഞ്ഞ പ്രൈസിലൊന്നും ഇത്രയധികം വാറണ്ടി കിട്ടാറില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാച്ച് വാങ്ങി 60 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നാലാണ് നമുക്ക് ഈ 6 മാസം അധിക വാറണ്ടി കിട്ടുള്ളൂ. അത് തന്നെയല്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിസിക്കൽ വാറണ്ടി കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലും നമ്മൾ വാച്ച് രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം, ഈ വീഡിയോയിലെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, എങ്ങനെയാണ് കാസിയോ വാച്ചുകൾ രജിസ്റ്റർ ചെയ്യുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ വാച്ചിന്റെ സീരിയൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാച്ചിന്റെ ബാക്ക് പ്ലേറ്റിൽ ഇവിടെ കാണുന്ന ഈ നമ്പറാണ് സീരിയൽ നമ്പർ. ഇതിന് അത്യാവശ്യം നീളം ഉണ്ടാവും. അത് വാച്ച് ബോക്സിലും ഉണ്ടാവും. പിന്നെ വാച്ചിന്റെ ബില്ലിലും ഉണ്ടാവും. വാച്ചിന്റെ ബില്ലും ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓൺലൈൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻവോയ്സ് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ support.casio.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോവുക. QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ പേജിലേക്കാണ് പോവുക. വെബ്സൈറ്റ് അഡ്രസ്സ് വഴിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് പോകും. അവിടെ പ്രൊഡക്റ്റ് രജിസ്ട്രേഷൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ചില സമയത്ത് QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പേടിക്കേണ്ട. അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതൊരു മിസ്കോൺഫിഗറേഷൻ മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ പ്രൊസീഡ് ടു രജിസ്റ്റർ casio.in എന്നുള്ളത് കാണാം. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിങ്ങനെ ഒരു പേജിലെത്തും. ഇവിടെ ഈ ആസ്ട്രിക് ഉള്ളതെല്ലാം മാൻഡേറ്ററി ആണ്. ആ സെക്ഷൻ എല്ലാം ഫില്ല് ചെയ്യുക. നെയിം, മൊബൈൽ നമ്പർ, പർച്ചേസ് ഡേറ്റ്. അത് നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ ആ ബില്ലിൽ ഉണ്ടാവും. ഓൺലൈൻ വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ വൗച്ചറിൽ കാണും. സിറ്റി ഓഫ് പർച്ചേസ് നിങ്ങൾ വാങ്ങിയ ഷോപ്പ് ഇരിക്കുന്ന സിറ്റിയുടെ നെയിം ആയിരിക്കും. ഞാൻ വാങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നു. സ്റ്റോർ ടൈപ്പ് ഞാൻ ഫിസിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്, അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ഓൺലൈൻ വാങ്ങിയവർ അങ്ങനെ തന്നെ കൊടുക്കുക. വാട്സാപ്പ് വഴി ഓർഡർ ചെയ്ത് വാങ്ങിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സ്റ്റോറിൽ തന്നെ കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ ഒരുപാട് പേര് കാസിയോ സ്റ്റോറിൽ നിന്ന് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്ത് വാങ്ങാറുണ്ട്. അവരെല്ലാം ഫിസിക്കൽ സ്റ്റോറിൽ തന്നെ കൊടുത്താൽ മതി. സീരിയൽ നമ്പർ കൊടുക്കുക. അത് വാച്ചിന്റെ കവറിലും ബില്ലിലും ഉണ്ടാവും. സീരിയൽ നമ്പർ വാച്ചിന്റെ ബാക്ക് പ്ലേറ്റിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ യെസ് കൊടുക്കുക. വെരിഫൈ കൊടുക്കുക. അപ്പോൾ വെരിഫൈഡ് എന്ന് വരും. വെരിഫൈഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് ഒറിജിനൽ ആണെന്ന് അർത്ഥം. ഇനി 6 മാസം അഡീഷണൽ വാറണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യുക. ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഒക്കേഷൻ ഓഫ് ബൈയിങ്, വാട്ട് ഡിഡ് യു ലൈക്ക് അബൌട്ട് ദ പ്രൊഡക്റ്റ്, വേർ ഡിഡ് യു ഹിയർ അബൌട്ട് കാസിയോ, ഹൗ ഡു യു സ്പെൻഡ് ടൈം ഓൺലൈൻ, ഇതെല്ലാം കൊടുക്കണം.
ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞുള്ള ചോദ്യങ്ങളെല്ലാം അതിൽ തന്നെ ഓപ്ഷൻസ് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈസിയാണ്, ടൈപ്പ് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇവിടെ അപ്ലോഡ് ഡോക്യുമെന്റ്സ് എന്ന് വരും. അവിടെ നമ്മൾ മുമ്പ് എടുത്തു വെച്ച ബില്ലിന്റെ ഫോട്ടോ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്ന് കാണും. അത് ഇവിടെ കൊടുക്കുക. ഈ ഒരു എഗ്രിമെന്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ 18 വയസ്സായ ആളാണോ എന്നുള്ളത്. അതുകൊണ്ടാണ് തുടങ്ങും മുമ്പ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഈ ഒരു ടിക്ക് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ കാണിക്കും. അതിനർത്ഥം നിങ്ങൾക്ക് ഈ ഒരു 6 months വാറണ്ടി രജിസ്റ്റർ ആയി എന്നുള്ളതാണ്. ഇവിടെ ഒരു 395 രൂപയുടെ മെമ്പർഷിപ്പ് പാക്ക് എടുക്കാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കണമെന്നില്ല. 3 year വാറണ്ടി, ഡോർ സ്റ്റെപ്പ് സർവീസ് ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ സാധാരണ ചെയ്യാറില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ് കഴിഞ്ഞു. ഇനി അടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാന്നുള്ളൂ. നിങ്ങൾ ഏതൊക്കെ വാച്ച് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന പ്രൊഫൈൽ ബട്ടൺ ടച്ച് ചെയ്യുക. ഇവിടെ സൈൻ ഓപ്ഷൻ വരും. നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഗെറ്റ് OTP കൊടുക്കുക. സൈൻ ഇൻ ആവും. അവിടെ രജിസ്റ്റേർഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം കാണാം. ആറാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ലിങ്കുകൾ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് ചോദിക്കും ഇത് ഒറിജിനൽ ആണോ എന്ന് നോക്കി പറയാൻ പറ്റുമെന്ന്. അത് നമുക്ക് ഒരിക്കലും 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു കാര്യം നമുക്ക് ചെയ്യാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ കാസിയോയുടെ വെബ്സൈറ്റിൽ തന്നെ കാസിയോയുടെ ഓതറൈസ്ഡ് സെല്ലേഴ്സ് ഓരോ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു പേരുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഓൺലൈൻ സൈറ്റിലെ സെല്ലർ ഇതിൽ ആരെങ്കിലും ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റിവ്യൂ ആൻഡ് റേറ്റിംഗ് നോക്കുക. അതിൽ 4 റേറ്റിംഗെങ്കിലും മിനിമം വേണം. അതായത് 4 star റേറ്റിംഗെങ്കിലും മിനിമം വേണം. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേടിക്കണ്ട. കാരണം ഒരു കാസിയോ വാച്ചിനും 4 താഴെ റേറ്റിംഗ് വന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് മിനിമം ഒരു 4 star റേറ്റിംഗ് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക. പിന്നെ ഫേക്ക് സെല്ലേഴ്സ് അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ആയിരിക്കും ഇടുക. ഒരു ഒറിജിനലിന്റെ ഫോട്ടോ ഇട്ടിട്ടായിരിക്കും ഫേക്ക് വിൽക്കുക. അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുക. അതാണ് കുറച്ചും കൂടി നല്ലത്. നമുക്ക് വളരെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ഞാനിപ്പോൾ മിക്കവാറും ഓഫ്ലൈൻ ആയിട്ട് തന്നെയാണ് വാങ്ങാറ്. ഏഴാമത്തെ കാര്യം എന്താണ് ബവാർ ഗ്രൂപ്പ്? casio.com/in എന്നുള്ളതാണ് കാസിയോ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ടു ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റിലേക്കാണ് പോവുക. കുറച്ചു കാലം മുമ്പ് വരെ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ casioindiashop.com എന്ന് പറഞ്ഞ സൈറ്റിലേക്കാണ് പോയിരുന്നത്. ഈ casioshopindia.com എന്ന് പറഞ്ഞ സൈറ്റും കാസിയോ ഇന്ത്യയുടെ ഡയറക്റ്റ് കീഴിലുള്ള വെബ്സൈറ്റ് അല്ല. അതൊരു കാസിയോ അംഗീകൃത തേർഡ് പാർട്ടി സെല്ലറാണ്. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ആ ഒരു സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്ത് ഒരുപാട് പേർക്ക് വാച്ചുകൾ കിട്ടാണ്ട് വരിക, റീഫണ്ടിന് ഒരുപാട് താമസം വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ കാസിയോ അവരായിട്ടുള്ളൊരു ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിന് പകരം പുതുതായിട്ട് വന്ന ഒരു തേർഡ് പാർട്ടി, അതായത് ഓതറൈസ്ഡ് തേർഡ് പാർട്ടി സൈറ്റാണ് ഈ ബവാർ ഗ്രൂപ്പ് എന്നുള്ളത്. ശരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കാം. അതും ഒറിജിനൽ തന്നെയാണ്. എട്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കൂടുതൽ പേര് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. അതായത് G-Shock വാങ്ങിയപ്പോൾ എനിക്കതൊരു പേപ്പർ ബോക്സിലാണ് കിട്ടിയത്. അത് ഫേക്ക് ആണോ? തീർച്ചയായിട്ടും അത് ഫേക്ക് അല്ല. ഈ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ബോക്സുകൾ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം മോഡലിലും ഇത്തരം പേപ്പർ ബോക്സുകളിലാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്ലോത്ത് കവറിലാണ് വാച്ച് പൊതിഞ്ഞിട്ടുണ്ടാവുക. പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാറില്ല. ചുരുക്കം ചില മോഡലുകൾക്കും ചില ലിമിറ്റഡ് എഡിഷൻ മോഡലുകൾക്കും മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ബോക്സുകൾ വരുന്നത്. ചില മോഡലുകൾക്ക് പഴയ ടിൻ ബോക്സുകളും വരുന്നുണ്ട്. എങ്കിലും ഭൂരിഭാഗം മോഡലുകൾക്കും പേപ്പർ ബോക്സ് ആണ്. അതുകൊണ്ട് തന്നെ പേപ്പർ ബോക്സ് ആണെന്ന് കരുതി അത് ഫേക്ക് അല്ല. തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ടെക്ലുട്ടാപ്പി എന്നാണ് പേര്. അപ്പോൾ ആ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.